തൻ്റെ പ്രിയ സുഹൃത്തായ ഷഹബാസ് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 20 ദിവസമായി. ഇപ്പോഴും ഷഹബാസിൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞുകൂടുകയാണ് അൻസാഫ്. അത്രയ്ക്കും മനോഹരമായിരുന്നു അവൻ നൽകിയ ഓരോ ഓർമ്മകളും. അവനോടൊപ്പമുള്ള ഓരോ നിമിഷവും അവന് സന്തോഷകരമായിരുന്നു. ഇപ്പോഴും അൻസാഫിൻ്റെ മനസ്സിൽ ഷഹബാസ് മരിച്ചിട്ടില്ല. അവൻ തൻ്റെ കൂടെയുണ്ട്. അൻസാഫ് ഇന്നലെ ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: അസ്സലാമു അലൈക്കും ഷഹബാസേ, നീ പോയിട്ടിന്ന് 20-ാം ദിവസം. നിന്നെ പലരും മറന്നു തുടങ്ങി. പലരുടെയും മനസ്സിൽ നിന്ന് നിൻ്റെ പേര് മാഞ്ഞു തുടങ്ങി. ഞങ്ങളുടെ ഉമ്മ നിൻ്റെ ഓരോ ഫോട്ടോ നോക്കി വിങ്ങി വിങ്ങി ഓരോ ദിവസവും തള്ളി നീക്കുന്നു. ഞങ്ങളുടെ ഉപ്പ നിൻ്റെ ഖബറെടുത്തു പോയി നെഞ്ചുപൊട്ടി കരയുന്നു. ഞങ്ങളെ അനിയന്മാർ വീട്ടിലുണ്ട്. അവൻ സ്കൂളിൽ പോയപ്പോൾ നിൻ്റെ ഇക്കാക്കയെ ആരോ തല്ലിക്കൊന്നതാണോ എന്ന ചോദ്യം അതവനെ വല്ലാതെ അലട്ടി. അവൻ ഉമ്മയോട് പറഞ്ഞു, ഞാനിനി പോവുന്നില്ല എന്ന് അവൻ പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. എൻ്റെ കൂടെ കുറേ കളിക്കും മൂന്നാളും. നിൻ്റെ കുറവ് അവരെ അറിയാതെ എൻ്റെ മരണം വരെ ഞാൻ അവരെ നോക്കും. നിനക്ക് നീതി കിട്ടുമോ അറിയില്ലടാ. നിന്നെ എല്ലാവരും മറന്നു എന്ന് തോന്നുന്നു. എന്നാലും ഞങ്ങൾ നിൻ്റെ നീതിക്കായി പോരാടും. നാളെ നിന്നെ കാണാൻ വരുന്നുണ്ട്. നീ കാത്തു നിൽക്കില്ലേ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവസാനിപ്പിച്ചു. വളരെ വേദനയോടെയാണ് അൻസാഫ് ഇത് എഴുതിയത്. മറ്റെന്തു മറന്നാലും ഷഹബാസെ, നിന്നെ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നാണ് അൻസാഫ് പറയുന്നത്. അൻസാഫ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ മായാത്തൊരു മുഖമാണ് ഷഹബാസിൻ്റേത്. നമ്മളൊക്കെ കാത്തു നിൽക്കുന്നത് ഷഹബാസിൻ്റെ നീതിക്ക് വേണ്ടിയാണ്. ഷഹബാസിന് നീതി കിട്ടുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ ഇപ്പോഴും മനസ്സിലുണ്ട്. ഈ കേസും തേഞ്ഞു മാഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടി.